നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കെ ശൈലജയെ പൊളിറ്റ് ബ്യൂറോയിലേക്ക് അടുപ്പിക്കില്ല എന്നുറച്ച് പിണറായി വിജയൻ. ശൈലജയ്ക്ക് പകരം തമിഴ്നാട്ടിൽ നിന്നുള്ള യു വാസുകിയോ മഹാരാഷ്ട്രയിൽ നിന്നുള്ള മറിയം ധാവളയോ വനിതാ പ്രതിനിധിയായി പൊളിറ്റ് ബ്യൂറോയിൽ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സുഭാഷിണി അലിയും പ്രകാശ് കാരാട്ടിൻ്റെ ഭാര്യ ബൃന്ദ കാരാട്ടും വിരമിക്കുന്ന ഒഴിവിലേക്കാണ് ഒരു വനിതാ പ്രതിനിധിയെ CPM പൊളിറ്റ് ബ്യൂറോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. അതിൽ ഏറ്റവും സീനിയറായ ഇപ്പോഴുള്ള അഖിലേന്ത്യാ തലത്തിൽ CPMൻ്റെ വനിതാ നേതാക്കളിൽ ഏറ്റവും സീനിയറായ കേന്ദ്ര കമ്മിറ്റി അംഗം കെ ശൈലജയെ പൊളിറ്റ് ബ്യൂറോ അംഗമാക്കണമെന്നാണ് വലിയൊരു വിഭാഗം നേതാക്കളുടെ താല്പര്യം. എന്നാൽ പിണറായി വിജയനാകട്ടെ ഒരു കാരണവശാലും ശൈലജയെ പൊളിറ്റ് ബ്യൂറോയിലേക്ക് അടുപ്പിക്കില്ല എന്ന വാശിയിലാണ്. കാരണം പൊളിറ്റ് ബ്യൂറോ അംഗമായാൽ പിന്നെ ശൈലജയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ പൊതുവെ മുഖ്യമന്ത്രി സ്ഥാനം എന്നത് പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്കായി സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ശൈലജയെ ഒരു കാരണവശാലും പൊളിറ്റ് ബ്യൂറോയിലേക്ക് കൊണ്ടുവരാൻ പിണറായി വിജയൻ ആഗ്രഹിക്കുന്നില്ല. പൊളിറ്റ് ബ്യൂറോയിൽ ഇപ്പോൾ തന്നെ കേരളത്തിൽ നിന്നും പിണറായി വിജയൻ, MV ഗോവിന്ദൻ, MA ബേബി അടക്കമുള്ള ഉന്നതരായ നേതാക്കളാണ് ഉള്ളത്. അതിലേക്ക് ഒരു വനിതാ പ്രതിനിധി കൂടി കേരളത്തിൽ നിന്നും ഉണ്ടാകുമെന്നാണ് കഴിഞ്ഞ ദിവസം വരെ CPM കേന്ദ്രങ്ങൾ സൂചന നൽകിയത്. അത് കെ ശൈലജയായിരിക്കുമെന്നും ചില സൂചനകളുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തോടെ ഏതാണ്ട് സമ്മേളനം ആരംഭിച്ചു കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾ പിന്നിട്ടതോടെ കെ ശൈലജ പൊളിറ്റ് ബ്യൂറോയിലേക്ക് വരില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. കാരണം ശൈലജയെ പൊളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടുത്താൻ പിണറായി വിജയൻ ആഗ്രഹിക്കുന്നില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇടതുമുന്നണിക്ക് ഭരണം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ ശൈലജ തനിക്ക് വലിയൊരു എതിരാളിയായിരിക്കുമെന്ന് പിണറായി വിജയന് നന്നായി അറിയാം. ശൈലജ PB അംഗമായാൽ അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ക്ലെയിം വർദ്ധിക്കും. അപ്പോൾ മറ്റ് നേതാക്കൾ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ബാർഗെയിൻ ചെയ്യുക അല്ലെങ്കിൽ അതിനുവേണ്ടി നിലപാട് ശക്തമാക്കുകയും ചെയ്താൽ തൻ്റെ കാര്യം പരിങ്ങലിലാകുമോ എന്ന് പിണറായി വിജയന് സംശയമുണ്ട്. അതുകൊണ്ട് എന്ത് വന്നാലും ആര് വന്നാലും ശൈലജയെ മാത്രം പൊളിറ്റ് ബ്യൂറോയിലേക്ക് അടുപ്പിക്കില്ല എന്നാണ് പിണറായി വിജയൻ ഉറപ്പിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള യു വാസുകിയും അല്ലെങ്കിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മറിയം ധാവളയും ഇവർ രണ്ടുപേരും ആരെങ്കിലും ഒരാൾ പൊളിറ്റ് ബ്യൂറോയിലേക്ക് വരട്ടെ എന്നാണ് പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത്. പിണറായി വിജയന് പിന്തുണ നൽകുന്ന MV ഗോവിന്ദനെ പോലുള്ള ആളുകളും കെ ശൈലജ ഒരു കാരണവശാലും PBയിലേക്ക് വരരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. എന്നാൽ CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പേര് പറഞ്ഞു കേൾക്കുന്ന MA ബേബി ആകട്ടെ കെ ശൈലജയെ പൊളിറ്റ് ബ്യൂറോയിലേക്ക് കൊണ്ടുവന്നാലെന്ന് ആലോചിക്കുന്നുണ്ട്. കാരണം ശൈലജ വന്നാൽ പിണറായിക്ക് ഒത്ത ഒരു എതിരാളിയാകുമല്ലോ എന്ന സന്തോഷമാണ്, എന്ന ഉദ്ദേശമാണ് MA ബേബിക്കുള്ളത്. ഏതായാലും ഇപ്പോൾ പിണറായി പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. കാരണം പിണറായിയാണ് CPMൻ്റെ ഏക മുഖ്യമന്ത്രി. അതുകൊണ്ട് പിണറായി വിചാരിക്കുന്നിടത്ത് പാർട്ടി നിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കെ ശൈലജയെ എന്ത് വന്നാലും പൊളിറ്റ് ബ്യൂറോയിലേക്ക് അടുപ്പിക്കുകയില്ല എന്ന ഉറച്ച വാശിയിലാണ് പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെയാണ് ശൈലജയുടെ സാധ്യത വാങ്ങുന്നതും. ഏതായാലും മറിയം ധാവളയെക്കാളും വാസുകിയെക്കാളും 100 ഇരട്ടി അർഹതയുള്ള നേതാവാണ് കെ ശൈലജ. CPMൻ്റെ തന്നെ അഖിലേന്ത്യാ തലത്തിലുള്ള സീനിയർ വനിതാ നേതാവ്. എന്നാൽ അവരെ ഒരു കാരണവശാലും PBയിലേക്ക് അടുപ്പിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അടുപ്പിക്കാൻ താൻ സമ്മതിക്കുകയില്ല എന്ന വാശിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാരണം ശൈലജ തനിക്ക് മികച്ച എതിരാളിയാണ് എന്നുള്ള ഉറപ്പ് പിണറായി വിജയന് നന്നായുണ്ട്.